ബാക്ക് ടു റേസ് യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഓണം എക്സാമിനുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും എല്ലാവരും അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഓണം എക്സാമിന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, അല്ലെങ്കിൽ ഫിസിക്സിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സിനെ കുറിച്ചിട്ടും അതിന്റെ വെയിറ്റേജിനെ കുറിച്ചിട്ടും ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ്. അപ്പൊ എല്ലാവരെയും വൺസ് മോർ ഐ എം വെൽക്കമിങ് ടു ദ റേസ് യൂട്യൂബ് ചാനൽ. ഓക്കെ, ദെൻ മക്കളെ, നമുക്കറിയാം നമുക്ക് 4 ചാപ്റ്റേഴ്സ് ആണ് ഓണം എക്സാമിനുള്ളത് അല്ലെ. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്, ആൻഡ് ദ സെക്കൻഡ് ചാപ്റ്റർ is electric potential and capacitance, third chapter is current electricity, and the fourth one is moving charges and magnetism. അപ്പൊ നമ്മൾ ഈ ചാപ്റ്റേഴ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് നോക്കിയേ, ഇവിടെ നമുക്ക് സ്കോർ വരുന്നത് 19 to 23. അപ്പൊ ഒരു ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് പിടിക്കാം. അപ്പൊ ഒരു 20 മാർക്ക് നമുക്ക് ഏതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം? ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് നമുക്ക് എടുത്തു നോക്കുന്ന സമയത്ത് 13 to 21 ഇവിടെയും നമുക്ക് ഒരു 20 മാർക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ദെൻ കറന്റ് ഇലക്ട്രിസിറ്റി 31 to 18, അതായത് ഒരു 25 അല്ലെ, ഒരു 25 മാർക്കൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നോക്കിയേ, അതേപോലെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്റർ 12 to 16, അതൊരു 15 മാർക്കൊക്കെ നമുക്ക് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാം. ഒരു ജസ്റ്റ് ഒരു ആവറേജ് ആയിട്ടാണ് മിസ് പറഞ്ഞത്, അല്ലാണ്ട് നമുക്ക് ഉറപ്പായിട്ടും ഇത് ഇത്ര മാർക്കിന് വരും എന്ന് പറയാൻ പറ്റില്ല. ഫസ്റ്റ് ടെർമിനൽ എക്സാം ആയതുകൊണ്ട് തന്നെ ഓക്കെ, എന്താണ് ഇതിൽ നിന്ന് ഒരു പരിധി നമുക്കൊരു പ്രോബബിലിറ്റീസേ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് പ്രിഫറൻസ് ചെയ്ത് കൊടുക്കാം. പക്ഷെ നമ്മളെ ക്വസ്റ്റ്യൻ പാറ്റേൺസും അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുള്ളത്. ഓക്കെ, അതേപോലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കപ്പാസിറ്റൻസും കറന്റ് ഇലക്ട്രിസിറ്റി തന്നെ ഓരോരോ മാർക്കിന്റെ ഡിഫറൻസിലായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ഈ 3 ചാപ്റ്റേഴ്സ് തന്നെയാണ്. പിന്നീടാണ് നമുക്ക് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിലേക്ക് ഒരു ചുവട് വെക്കേണ്ടത്. ഈ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്തുകൊണ്ടാണ് മാർക്ക് കുറയുന്നതെന്ന് ചോദിച്ചാൽ, കമ്പാരിറ്റീവ്ലി സ്കൂൾസിലൊക്കെ മേ ബി അല്ലെ ആ 4th ചാപ്റ്ററിന്റെ കംപ്ലീറ്റഡ് ആയിക്കൊള്ളണം എന്നില്ല അല്ലെ, ചെറിയൊരു ലാഗിങ് ഒക്കെ ഉണ്ടാവും. അതൊന്ന് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് എന്ത് ചെയ്യുന്നത്, കുറക്കുന്നത്. പക്ഷെ നമ്മൾ ടോട്ടലായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ 4 ചാപ്റ്റേഴ്സും നിങ്ങളുടെ ഫൈനൽ എക്സാമിനേഷന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റേഴ്സ് ആണ്. ബിക്കോസ് നിങ്ങളുടെ സ്കോർ തീരുമാനിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്കോറിന് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഫസ്റ്റ് പാർട്ടിൽ നിന്നാണ്. ആ ഫസ്റ്റ് പാർട്ടിലെ 4 ചാപ്റ്റേഴ്സ്, ഈ 4 ചാപ്റ്റേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾ ഇത് തറവാക്കി പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനൽ എക്സാം കുറച്ചും കൂടി ഈസി ആയിട്ട് മാറും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മൈൻഡിലുണ്ടാവും, മിസ് ഞങ്ങൾക്ക് ഇപ്പൊ ഇതൊന്ന് കഴിഞ്ഞാൽ മതി, ഫൈനൽ എക്സാം അപ്പോൾ വരുമ്പോഴല്ലേ എന്നുള്ളത്. അങ്ങനെയല്ല മക്കളെ, നമ്മൾ പഠിച്ച കാര്യം വൃത്തിയിൽ അല്ലെ, നല്ല മറക്കാണ്ട് നല്ല കോൺസെപ്റ്റ് വൈസ് ആയിട്ട് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വളരെ 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 യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഓരോ ചാപ്റ്റർ എടുത്ത് നോക്കുമ്പോഴും ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരാറ് ഡെറിവേഷൻസ് ആണ്. ഡെറിവേഷൻസ് നിങ്ങൾക്ക് അറിയാം, ഫസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ നമുക്കിതിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാം, 2 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാം. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഡെറിവേഷൻസ് നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഈ ഡെറിവേഷൻസ് ഒക്കെ ക്ലിയർ ആയിട്ട് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഒരുപാട് ചാപ്റ്ററിൽ ഇതിന്റെ യൂസ് ഉണ്ട്. എന്താണ്, നമ്മളെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിലും ഇതിന്റെ ഒരു റെപ്ലിക്കേറ്റ് എന്ന നിലയിൽ നമുക്ക് കാണാൻ പറ്റും അല്ലെ. അതിൽ നോക്കിയേ, ഫസ്റ്റ് ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആക്ച്വലി 2 പാർട്ടാക്കിയിട്ട് നമുക്ക് മുറിക്കാം അല്ലെ, 2 പാർട്ടാക്കി മുറിക്കാം. അതിൽ ഫസ്റ്റ് പാർട്ടാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, സെക്കൻഡ് പാർട്ടാണ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉറപ്പായിട്ടും ഇലക്ട്രിക് ഫീൽഡിന്റെ അതേപോലെയുള്ള ഡെറിവേഷൻസ് നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഒരേപോലെയുള്ള ഡെറിവേഷൻസ് കാണാൻ പറ്റും. ചെറിയ ചെറിയ ടേംസിന് മാത്രം മാറ്റത്തിൽ, സ്റ്റെപ്പുകളൊക്കെ ഒരേ രീതിയിലാണ്. ഡെറിവേഷൻസിന്റെ കാര്യം എടുത്ത് നോക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ നമ്മൾ ഒന്ന് സ്റ്റക്ക് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ, നമ്മൾ കൺഫ്യൂസ്ഡ് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റെപ്സിനൊക്കെ അത് എഫക്ട് ചെയ്യും. നമുക്ക് വായിച്ച് നോക്കിയല്ല, നിങ്ങൾ എഴുതി എഴുതി നോക്കി പഠിക്കണം. ഓക്കെ, അതേപോലെ നമ്മൾ ഇവിടെ പ്രോബ്ലംസിന് ചാൻസ് ഉണ്ട്, അതേപോലെ ഗ്രാഫ്സിന്, ന്യൂമറിക്കൽസിന് ഒക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ചാൻസസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കറന്റ് ഇലക്ട്രിസിറ്റി, ഒരു പ്രോബ്ലം ഇമ്പോർട്ടൻസ് അല്ലെ, പ്രോബ്ലംസിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് ഏത് എന്ന് പറയുന്നത്, കറന്റ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്.
ഓക്കെ, അതായത് ഓംസ് ലോ വെച്ചിട്ടുള്ള പ്രോബ്ലംസ്, അതേപോലെ ഡ്രിഫ്റ്റ് വെലോസിറ്റി വെച്ചിട്ടുള്ള പ്രോബ്ലംസ്, ക്രിച്ച്ഓഫ് റൂൾ അപ്ലൈ ചെയ്യാനുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ദെൻ അടുത്ത ചാപ്റ്റർ ആയുള്ള മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ് ഇസ് എ കോൺസെപ്ച്വൽ ബേസ്ഡ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. വളരെ വളരെ കോൺസെപ്റ്റിലൂടെ ഇറങ്ങി ചെല്ലുന്ന ഒരു ചാപ്റ്റർ ആണ്. ഒരുപാട് കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കോൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആക്കുക, അതേപോലെ തന്നെ പ്രോബ്ലംസ്, ഡെറിവേഷൻസ്, ന്യൂമറിക്കൽസ് ഒക്കെ നമുക്ക് ഇതിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാം. ഫൈനലി വി ആർ ഗോയിങ് ത്രൂ എ ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമുക്ക് മാക്സിമം ഇതിൽ നിന്ന് ഒബ്റ്റൈൻ ചെയ്യാൻ പറ്റുന്ന സ്കോർ എന്ന് പറയുന്നത് 60 ആണ്. ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 7 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ 7 ക്വസ്റ്റ്യൻസിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതി. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. 2 മാർക്ക് ക്വസ്റ്റ്യൻസിലും ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇതില് 6 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്താൽ മതി. ഓരോന്നിനും 3 മാർക്ക് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അടുത്ത പാർട്ട് എന്ന് പറയുന്നത് 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്താൽ മതി. ഓരോന്നിനും ഉണ്ടായിരിക്കേണ്ട സ്കോർ എന്ന് പറയുന്നത് 4 ആയിരിക്കും. അടുത്തത് ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് മക്കളെ 3 ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. എത്ര ക്വസ്റ്റ്യൻസ് ആണ്? 3 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഓരോന്നിനും 5 ആയിരിക്കും ഇതിന്റെ സ്കോർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഒരു വളരെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു എക്സാം നിങ്ങൾ പ്രിപ്പയർ അല്ലെങ്കിൽ എക്സാമിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ വെയിറ്റേജ് അറിഞ്ഞിരിക്കേണ്ടത്, ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസും പ്രിഫറൻസും അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു ഓണം വെയിറ്റേജിനെ കുറിച്ചിട്ടും ചാപ്റ്റേഴ്സിനെ കുറിച്ചിട്ടും ഒരു ബ്രീഫ് ഐഡിയ നിങ്ങൾക്ക് കിട്ടി കാണും. കൂടുതൽ വീഡിയോസും കണ്ടന്റ്സും നമ്മൾ വരുന്നുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും സ്റ്റേ ട്യൂൺഡ് ചെയ്ത് തന്നെ നിൽക്കുക. എക്സാം കഴിയുന്നത് വരെ ഉറപ്പായിട്ടും റേസ് യൂട്യൂബ് ചാനൽ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ശരി, ബൈ.